2018 ഞങ്ങൾ 4 സെൻറ്റ് സ്ഥലം വാങ്ങി. പക്ഷേ അന്ന് തുടങ്ങിയ വീട് പണി 2022 ആയിട്ടും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ സെൻറ്ററുകളൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവിടെയൊക്കെ കയറുമ്പോൾ എല്ലാ ബ്രദർമാരും അച്ഛന്മാരൊക്കെ ചോദിക്കും, എവിടെന്നെങ്കിലും പൈസ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എവിടെ നിന്നും കിട്ടാനില്ല അച്ഛാ, കൊടുക്കാനുള്ളോ, എല്ലാവരുടെ അടുത്തും ബാധ്യതകളാണ്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മൾ കടം കൊടുക്കാനുള്ളൊരു വ്യക്തിക്ക് പണം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവും, പണി തീരാത്ത വീട്ടിൽ ഇത്തിരി നേരം ഇരിക്കും, പ്രാർത്ഥിക്കും, തിരിച്ചു പോരും, ആ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജൂലൈയിൽ വന്ന് 28-ാം തീയതി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ കടം മേടിച്ച ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സെപ്റ്റംബറിൽ ഞാൻ തന്ന 1.5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു, അമ്മയ്ക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഉടമ്പടി എടുത്തപ്പോൾ, മാതാവ് അമ്മേനെ പറ്റിച്ചു എന്ന് തോന്നണേന്ന് പറയും. ഇത്ര നാളുണ്ടായിരുന്ന സമാധാനം മുഴുവൻ പോയി. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, ഉടമ്പടിയിൽ പെട്ട കുടുംബമല്ലേ നമ്മുടെ, അപ്പോൾ അമ്മ എന്തെങ്കിലും പ്രവർത്തിക്കുമോ എന്നുള്ളത് കാണാം. അപ്പോൾ ഉടമ്പടിയുടെ ധ്യാനം കൂടുമ്പോൾ ജോസഫ് അച്ഛൻ എപ്പോഴും പറയണ കേട്ടിട്ടുണ്ട്, ടൈം ഷോർട്ടനിങ് എന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെ ഒരു സമയ ചുരുക്കുണ്ടെങ്കിൽ അതെനിക്ക് അച്ഛൻ പറഞ്ഞാൽ പോരല്ലോ, എൻ്റെ ജീവിതത്തിൽ അത് എനിക്കൊരു ഫീൽ ആവണ്ടേ. അപ്പോൾ എനിക്ക് വാശിയായി. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, ഒക്ടോബർ 26-ാം തീയതി ഉടമ്പടി കാലാവധി തീരും, അതിനുള്ളിൽ വീട് പണി കംപ്ലീറ്റ് കഴിഞ്ഞ് എനിക്ക് താമസിക്കാൻ പറ്റണം. പൈസ കിട്ടാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, അമ്മ മുൻകൈ എടുത്ത് നടത്തി തരണം. അപ്പോഴല്ലേ ടൈം ഷോർട്ടനിങ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ കൃപാസനം പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പത്രം കൊടുത്തു. അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടി വന്നു എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. 7 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന ഞാൻ 5 മണിക്ക് ആകുമ്പോഴേക്കും എഴുന്നേൽക്കും, ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ആ ഒരു ചിട്ടയായ ജീവിതം എനിക്ക് കിട്ടി. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി പൈസ വേണമെന്ന് പറഞ്ഞ് ആളെ വിളിക്കുന്നു. പക്ഷെ 3 മാസമായിട്ട് ഹസ്ബൻഡിന് ശമ്പളം ഇല്ല. അപ്പോൾ എവിടെ നിന്ന് പൈസ കൊടുക്കും എന്നുള്ള ചോദ്യമായി അടുത്തത്. പക്ഷെ ആളുടെ അടുത്ത് നമ്മൾ 1 വർഷം മുന്നേ വാക്ക് പറഞ്ഞതാണ് 2022 സെപ്റ്റംബറിൽ പൈസ തരാമെന്ന്. വാക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറ്റി. ഞാൻ മാതാവിനോട് പറഞ്ഞു, വീട് പണിയല്ല വലുത്, ആൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ. അപ്പം ചേട്ടന് ശമ്പളം കിട്ടേണ്ടതാണ് ആദ്യത്തെ ഘട്ടം, അതെനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന തുടർന്നു. ഓഗസ്റ്റ് 30-ാം തീയതി ശമ്പളം കിട്ടിയിട്ടില്ല. 3 മാസത്തെ ശമ്പളം കിട്ടിയാൽ തന്നെ ആളുടെ പൈസ കൊടുക്കാം. പക്ഷെ ചേട്ടൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് വെച്ചാൽ 1 മാസം കിട്ടിയ 3 മാസം ശമ്പളം കിട്ടില്ല. ഗൾഫിലാണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മൊബൈലിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു, ചേട്ടൻ 3 മാസത്തെ സാലറി ഒരുമിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സമാധാനമായി. അങ്ങനെ സെപ്റ്റംബർ 1-ാം തീയതി ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പൈസ എനിക്കിപ്പോൾ വേണ്ട, 1 വർഷം കൂടി കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ആ ചേട്ടൻ. അപ്പോൾ സമാധാനമായി. ടൈം ഷോർട്ടനിങ് എന്താണെന്ന് അപ്പം തന്നെ ഞാൻ അനുഭവിച്ചു. ആ പൈസ എടുത്തിട്ട് വീടിൻ്റെ കംപ്ലീറ്റ് പണികൾ ഞാൻ കഴിച്ചു. പക്ഷേ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വീട് പണിതാൽ മാത്രം പോരല്ലോ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഫർണിച്ചർ, എല്ലാ സാധനങ്ങളും വാങ്ങണം. ലാസ്റ്റ് വീടൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനി എവിടെ നിന്നാണ് എന്നാലോചിച്ച് പ്ലാസ്റ്റിക് കസേര വാങ്ങിയിടേണ്ടി വരാവോ ദൈവമേ വീട്ടിൽ നിന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അമേരിക്കയിലുള്ള ഒരാൾ, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ ബന്ധുവാണ്, ഞങ്ങൾ അറിയ പോലുമില്ല, അവരെ വീട്ടിലേക്കുള്ള ഫർണിച്ചറും വീട് പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള പണിക്കൂലി അടക്കം ഞങ്ങൾക്ക് അയച്ചു തന്നു. വീടിൻ്റെ കംപ്ലീറ്റ് പണി കഴിച്ചു. ഒക്ടോബർ 26-ാം തീയതി കാലാവധി തീരും. ഞാൻ അമ്മോട് പറഞ്ഞു, അതിന് മുൻപേ എനിക്ക് താമസിക്കണം. അങ്ങനെ ഒക്ടോബർ 22-ാം തീയതി അമ്മയുടെ ദിവസമായ ശനിയാഴ്ച പാല് കാച്ചി ഞങ്ങളെ വീട്ടിൽ താമസാക്കി.